വാചകമടി കേൾക്കാനല്ല നിങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയാം, പെർഫോമൻസുകൾ കാണാനാണ്. അപ്പോൾ നേരിട്ട് പോവുകയാണ് പെർഫോമൻസിലേക്ക്. ശരണ്യ പൊയ്യേരി. അപ്പോൾ പേടിക്കേണ്ട, ശരണ്യ പൊയ്യേരിയെ കേട്ടിട്ട്. ശരണ്യ പൊയ്യേരിയുടെ നല്ല പെർഫോമൻസ്. അവളുടെ കൂടെ ഒരു ടീമുണ്ട്. ശരണ്യ. വിനിഷ, എൻ്റെ കൂടെയുള്ളത് കോഴിക്കോട് മേമുണ്ട സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ അവതരിപ്പിക്കാൻ പോകുന്നത് കഥാപ്രസംഗമാണ്. അതുകൊണ്ട് ഞാനും വാചകം അടിച്ച് അധികം നീട്ടുന്നില്ല, നമുക്ക് ഇവരുടെ പെർഫോമൻസിലേക്ക് നേരിട്ട് കടക്കാം. സഹൃദയ സദസ്സിന് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വികലമാനസങ്ങളുടെ വിളയാട്ടം, അതത്രേ യുദ്ധം. പരിധിയില്ലാത്ത അധികാരം, പക്വതയില്ലാത്ത നേതൃത്വം, ഫലമോ മാനവരാശിയുടെ തന്നെ അരക്ഷിതാവസ്ഥ. സ്വേച്ഛാധിപതിയും സ്വാർത്ഥമോഹിയുമായ ഹിറ്റ്ലർ, പുടിന് തന്ത്രശാലിയായ ഹിംലർ. ചെകുത്താന്മാരിൽ ചെകുത്താൻ എന്ന് കുപ്രസിദ്ധിയാർജിച്ച ഹിറ്റ്ലറുടെ ഭ്രാന്ത ചിത്തത്തിന്റെ ഭാവനാശില്പങ്ങൾ. ഗ്യാസ് ചേംബറും ഗ്ലാസ് ചേംബറും. ആ ചെകുത്താൻ കോട്ടകൾക്ക്, അവയുടെ നരകവാതിലുകൾക്ക് എന്തെന്ത് കഥകൾ പറയാനുണ്ടാകും? പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു ഗ്ലാസ് ചേംബർ. മ്യൂണിക് സർവകലാശാലയിലെ ഒരു പുതുവത്സര പുലരി. ഇളം മഞ്ഞിൻ തുകിലുടുത്തൊരു പുലരി പെണ്ണ്, പെണ്ണ് നഭസിന്റെ തിരുവരങ്ങിൽ തിരിതെളിയിട്ടു. മലർത്തുണ്ടി ചിരിച്ചാർത്തിൻ തൊടുത്ത നാണം, കുളിരുറയും മന്ദമരുത ഗമനഗാനം. ഇളം തെന്നലിന്റെ തൂവൽ സ്പർശമേറ്റ് നോറ കണ്ണു തുറന്നു. അയ്യോ, വൈകിപ്പോയോ? ജനൽ കർട്ടനുകൾ വകഞ്ഞു മാറ്റി അവൾ പുറത്തേക്ക് നോക്കി. ഇല്ല, ക്യാമ്പസ് ക്വാർട്ടേഴ്സുകൾ സജീവമായിട്ടില്ല. അവൾക്ക് സമാധാനമായി. മുടിയിഴകൾ മാടി ഒതുക്കവേ അവൾ കിടക്കയിലേക്ക് നോക്കി. ഓസ്റ്റിൻ നല്ല ഉറക്കത്തിലാണ്, സുഖസുഷുപ്തിയിലും. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവഭാവം. ഹോ, ഓസ്റ്റിനെ പരിചയപ്പെടുത്താൻ ഞാനങ്ങ് മറന്നു. ഓസ്റ്റിൻ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സർ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രഥമ ശിഷ്യൻ, മ്യൂണിക് സർവകലാശാലയിലെ ഊർജതന്ത്രം പ്രൊഫസർ. സുന്ദരൻ, അരോഹദൃഢഗാത്രൻ. ഓസ്റ്റിനെ കണ്ടാൽ മോഹിക്കും നാരീ വൃന്ദം. സുന്ദരഗാത്രനാകും ആ മഹാപ്രതിഭതൻ പത്നിയായി തീരാൻ. പക്ഷേ ആ ഭാഗ്യം ലഭിച്ചത് നോറയ്ക്കാണ്. നോറയോ ഒട്ടും മോശക്കാരിയല്ല. മ്യൂണിക് സർവകലാശാലയിലെ തന്നെ രസതന്ത്രം അധ്യാപിക. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഓസ്റ്റിന്റെ സന്തത സഹചാരി. സുന്ദരിയായൊരു ജർമ്മൻ യുവതി. സ്വർണത്തിന് സുഗന്ധം പോലെ. അത്രയ്ക്കുണ്ട് അവർ തമ്മിലുള്ള ചേർച്ച. പക്ഷേ ആ സ്നേഹബന്ധം സഫലമാകാൻ അവർ കുറെ കഷ്ടപ്പെട്ടു. മനപ്പൊരുത്തം മാത്രം പോരല്ലോ, സമൂഹവും സമുദായവും അംഗീകരിക്കണ്ടേ? ആര്യവംശജയായ നോറ ഉന്നത കുലജാത. ഓസ്റ്റിനോ ജൂതനാണയാൾ. അതുകൊണ്ട് തന്നെ ജന്മശത്രുവാണയാൾ. ജൂതനാണെന്ന ഒറ്റക്കാരണത്താൽ തന്നെ ഹിറ്റ്ലറുടെയും ഹിംലറുടെയും ആ ജന്മശത്രു. എന്നിട്ടും ആ വിവാഹം നടന്നു. ഹിറ്റ്ലർ എതിർത്തില്ല, ഹിംലറോ നാസി പട്ടാളമോ എതിർത്തില്ല. വൈവാഹിക ജീവിതത്തിന്റെ പുതുമ, നവ്യാനുഭവങ്ങളുടെ മധുര നിമിഷങ്ങൾ. മനസ്സൊരു സരസായി മാറി, അതിൽ മോഹമരാളം കളിയാടി. മുട്ടിയൂരും നീ തൊട്ടുതലോടി, സ്വപ്നമരാളം നീരാടി. സ്വപ്നമരാളം നീരാടി. സ്ഥലകാല ബോധങ്ങൾക്കപ്പുറം ഓർമ്മയുടെ തൂവൽ സ്പർശങ്ങൾ. നോറ ചിന്തയിൽ നിന്നുണർന്നു. ലഭിച്ചതത്രയും സൗഭാഗ്യങ്ങൾ. ഞാൻ ഭാഗ്യവതിയാണ്, ഭാഗ്യവതി. സ്നേഹസമ്പന്നനായ ഭർത്താവ്, ഓമനിക്കാൻ, താലോലിക്കാൻ ഇളം തളിർ പോലെ ഇവ തൻ്റെ പ്രിയപുത്രി. കൊച്ചരി പല്ലുകൾ
ചാരിതാർത്ഥ്യത്തോടെ നോറ നടന്നു അടുക്കളയിലേക്ക്. പുതുവത്സരമല്ലേ, എന്തൊക്കെ ഒരുക്കാനുണ്ടാവും. ആരോ വാതിലിൽ മുട്ടുന്നു. വീണ്ടും മുട്ട്. പിന്നെ താമസിച്ചില്ല, നോറ സ്വീകരണ മുറിയുടെ വാതിൽ തുറന്നു. ദൈവമേ, ഹിംലർ! നരകവാതിൽ തുറന്നു വന്നൊരു നീചരൂപം നേരായി നോക്കി നിൽപ്പു ദുഷ്ടനാം ഹിംലർ. അതെ, ഹിംലർ തന്നെ, ഹിംലർ. തന്ത്രശാലിയായ ഹിറ്റ്ലർക്ക് കുതന്ത്രങ്ങൾ മെനയുന്ന ദുഷ്ടബുദ്ധി. ഓസ്റ്റിൻ! ഹിംലറുടെ പരുക്കൻ ശബ്ദം. അകത്തുണ്ട്, നല്ല ഉറക്കത്തിലാണ്. ഈ സന്ദേശം അദ്ദേഹത്തിന് കൈമാറിയേക്ക്. ഫ്യൂറർക്ക് അദ്ദേഹത്തിനെ നേരിൽ കാണണമെന്ന്. ആ ഒരു കാര്യം, കൂടിക്കാഴ്ച പുതുതായി പണി കഴിയിപ്പിച്ച ഗ്ലാസ് ചേംബറിൽ വെച്ച്. സമയം കൃത്യം 10 മണി. മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഹിംലർ തിരിഞ്ഞു നടന്നു മുറ്റത്തുള്ള പട്ടാള വണ്ടിയിലേക്ക്. ഹിംലറുടെ വരവ് ഒരിക്കലും ഒരു ശുഭസൂചനയല്ല. എവിടെ ഹിംലർ ഉണ്ടോ അവിടെ അപകടവുമുണ്ട്. ഭയന്നുപോയി നോറ. എന്തിനായിരിക്കണം? തല്ലുവാനോ തല്ലിക്കൊല്ലുവാനോ? എന്തിനാണ് എന്തിനാണ് എന്തിനാവോ? ഹിംലർ ക്രൂരനാണ്. ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തല്ലും, കൊല്ലും. പ്രതിയോഗിയുടെ ചുടുരക്തം കൊണ്ട് മനോഹരമായ ചിത്രം വരയ്ക്കും. അത്രയ്ക്ക് കഠിന ഹൃദയൻ. വിറക്കുന്ന കൈകളോടെ സന്ദേശവുമായി മുന്നിൽ നിൽക്കുന്ന നോറ ഓസ്റ്റിനെ കത്ത് കൈപ്പറ്റി വരികളിലൂടെ കണ്ണോടിച്ചു. എന്തേ എന്തേ അതിൽ എഴുതിയത്? എൻ്റെ ഗുരുനാഥൻ സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്യാൻ വിസമ്മതിച്ച കാര്യം ഈ ശിഷ്യൻ സാധിതമാക്കണമെന്ന്. ആണവ സിദ്ധാന്ത പ്രകാരം ആറ്റം ബോംബ് നിർമ്മിക്കണമെന്ന്. ഓ മൈ ഗോഡ്! നോറ നടുങ്ങിപ്പോയി. ഓസ്റ്റിനാവട്ടെ ഒരു കുലുക്കവുമില്ല. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്? വേണമെങ്കിൽ ഇതൊരവസരമായി കാണാം. പണവും പദവിയും സ്ഥാനമാനങ്ങളും നേടി ഹിറ്റ്ലറുടെ ഇഷ്ടക്കാരനായിരിക്കാനുള്ള സുവർണ അവസരം. ഈശ്വരനായി മാറാ, കോടീശ്വരനായി മാറാ, ഭൗതിക സുഖമായ ജീവിതമുയലും ഈശ്വരനായി മാറാ, കോടീശ്വരനായി മാറാ. ഓസ്റ്റിൻ, അങ്ങത് ചെയ്യുമോ? സാധ്യമല്ല നോറ, സാധ്യമല്ല. ഹിറ്റ്ലറെ ധിക്കരിച്ചാൽ, ഹിറ്റ്ലർ എന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് കൽപ്പിച്ചരുളിയാലും ഈ ഓസ്റ്റിൻ അത് ചെയ്യില്ല. കാരണം ശാസ്ത്രമെന്നാൽ ജ്ഞാനമല്ലേ, ജ്ഞാനമെന്നാൽ സത്യമല്ലേ, സത്യമില്ലെങ്കിൽ സ്നേഹമില്ല, സ്നേഹമില്ലെങ്കിൽ